എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ മനുഷ്യ മനസ്സ് ആഗ്രഹിക്കാറുണ്ട്. നാളെ എന്ത് സംഭവിക്കും, ഇപ്പോഴുള്ള കഷ്ടപ്പാടുകൾ എപ്പോൾ അവസാനിക്കും, മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ എപ്പോൾ പൂവണിയും, ആരാണ് നമ്മളെ സ്നേഹിക്കുന്നത്, ആരാണ് നമ്മളെ മനസ്സിലാക്കാത്തത്, എപ്പോഴാണ് ഭാഗ്യം തിരിഞ്ഞു നോക്കുക എന്നിങ്ങനെ അനവധി ചോദ്യങ്ങൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ ദിവസവും ഉയരാറുണ്ട്. ചിലർ ജ്യോതിഷത്തെ ആശ്രയിക്കും, ചിലർ ദൈവവിശ്വാസത്തെ ആശ്രയിക്കും, ചിലർ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ് സമാധാനം കണ്ടെത്തുന്നത്. എന്നാൽ ചിലർ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു തിരഞ്ഞെടുപ്പിലൂടെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു സൂചന കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആത്മീയ അനുഭവത്തിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഒരു തുളസിയിലയും മറ്റൊന്ന് ആലിലയും. ഈ 2 ഇലകൾക്കും നമ്മുടെ സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും വളരെ വലിയ പ്രാധാന്യമുണ്ട്. തുളസി മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വീട്ടിൽ തുളസി ഉള്ളത് തന്നെ ഒരു ഐശ്വര്യ ലക്ഷണമായി പലരും കരുതുന്നു. അതുപോലെ തന്നെ ആൽമരം ശിവശക്തിയുടെ സാന്നിധ്യമുള്ള ദൈവീക വൃക്ഷമായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ ഇലയ്ക്ക് ആത്മീയമായ ഒരു ഊർജമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെയും വരാനിരിക്കുന്ന സമയത്തെയും കുറിച്ചുള്ള ചില സൂചനകൾ നൽകും എന്ന വിശ്വാസത്തിലാണ് ഇന്നത്തെ ഈ അവതരണം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരിക്കുക. മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളാണോ, കുടുംബത്തിലെ വിഷമങ്ങളാണോ, ബന്ധങ്ങളിലുണ്ടായ അകലമാണോ, ജോലി ലഭിക്കാത്തതിൻ്റെ നിരാശയാണോ, അല്ലെങ്കിൽ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുള്ള വലിയൊരു സ്വപ്നമാണോ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്? ആ ചിന്തകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് ദൈവത്തെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഏത് ചിത്രം ആകർഷിക്കുന്നു എന്ന് തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ ഒരു പ്രവചനമായി മാത്രം കാണാതെ നിങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ സന്ദേശമായി കാണാൻ ശ്രമിക്കൂ. കാരണം ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു നല്ല വാക്ക് ആവശ്യമാകുന്നത്. ഇനി എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ തുളസിയിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഈ സന്ദേശം നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്ന കഷ്ടപ്പാടുകൾ നിങ്ങളെ വളരെയധികം മാനസികമായി തളർത്തുന്ന അവസ്ഥയിലാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പുറത്തേക്കൊന്നും പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാകാറുണ്ട്. മറ്റുള്ളവർക്കായി എത്ര ചെയ്താലും തിരിച്ച് അതേ സ്നേഹമോ പരിഗണനയോ ലഭിക്കുന്നില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. വീട്ടിലെല്ലാവരുടെയും സന്തോഷത്തിനായി ഓടി നടക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ സ്വന്തം വിഷമങ്ങൾ ചോദിച്ചറിയാൻ ആരുമില്ല എന്നൊരു ഏകാന്തത ചില രാത്രികളിൽ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളേറെ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളാണ്. കയ്യിൽ പണം വന്നാലും അത് നിൽക്കാത്ത അവസ്ഥ, കടബാധ്യതകൾ തീരുന്നില്ല, ഒരു പ്രശ്നം തീരുന്നതിന് മുൻപ് മറ്റൊരു പ്രശ്നം വന്ന് നിൽക്കുന്ന അവസ്ഥ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്താറുണ്ട്. സ്വന്തം വീടെന്ന സ്വപ്നം മനസ്സിൽ വളരെ ശക്തമായി ഉള്ള ഒരാളാണ് നിങ്ങൾ. എന്നാൽ സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ലാത്തതിനാൽ ആ ആഗ്രഹം പലവട്ടം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടാകും. ചിലർ വാടക വീട്ടിലെ ജീവിതം അവസാനിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുന്നവരാണ്. ചിലർക്ക് ഭൂമി വാങ്ങാൻ കഴിയാത്ത വിഷമമുണ്ട്. ചിലർക്ക് വീട് പണിയാൻ പണം കിട്ടുന്നില്ല. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് ഈ കഷ്ടകാലം വളരെ നീണ്ടു നിൽക്കില്ല എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയം അടുത്തെത്തിയിരിക്കുകയാണ്. ഏറെ നാളായി അടഞ്ഞുകിടന്ന വഴികൾ പതുക്കെ തുറക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം വൈകിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും. പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്.
ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു അവസരം ലഭിക്കാം. ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ കൂടുതൽ വരുമാനമോ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും പതുക്കെ രൂപപ്പെടും. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവക്കാരനാണ്. അതിൻ്റെ അനുഗ്രഹം ഒരിക്കലും വെറുതെയാകില്ല. കുടുംബജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച അകലം പതുക്കെ കുറയാൻ തുടങ്ങും. മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്ത വേദനകൾ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാതെ ഒതുക്കി ജീവിക്കുന്നവരാണ് നിങ്ങൾ. പങ്കാളിയിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ അവഗണന അനുഭവിക്കുന്നതായി തോന്നുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ കേൾക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്ന തോന്നൽ വരാം. പക്ഷേ ഈ സമയം കഴിഞ്ഞു പോകും. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും സഹനവും ഒടുവിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് ദൈവവിശ്വാസം വളരെ ശക്തമാണ്. എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ദൈവത്തെ പൂർണ്ണമായി വിട്ടുകളയാൻ നിങ്ങൾക്ക് കഴിയില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പരീക്ഷണങ്ങൾ എന്ന ചോദ്യം പലവട്ടം ദൈവത്തോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ ചില ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പല അപകടങ്ങളിൽ നിന്നും വലിയ നഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ ഉണ്ടെന്നതിനുള്ള അടയാളങ്ങളാണവ. വീട്ടിൽ ചില നെഗറ്റീവ് ഊർജങ്ങൾ ഉള്ളതായി നിങ്ങൾക്ക് തോന്നാറുണ്ടാകാം. ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളായി മാറുക, സമാധാനമില്ലാതാകുക, മനസ്സിൽ ഭയം നിറയുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കുടുംബക്ഷേത്ര ദർശനത്തിനും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാനും ഈ തിരഞ്ഞെടുപ്പ് നിർദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങൾ കുറയാൻ തുടങ്ങും. ചിലർക്ക് തുളസി നട്ടുവളർത്തുന്നത് തന്നെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. രാവിലെയും വൈകുന്നേരവും ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ അനുഗ്രഹം വളരെ പ്രധാനമാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. അത് അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, സഹോദരിയായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്ന മറ്റാരെങ്കിലുമായിരിക്കാം. ആ വ്യക്തിയുടെ മനസ്സിലുള്ള നന്മ നിങ്ങൾക്കൊരു സംരക്ഷണ വലയമായി പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകളാണ് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലൊരു അനുഗ്രഹം കൂടെയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വളരെ ശക്തമായ ഒരു ആഗ്രഹമുണ്ട്. അത് മറ്റാരോടും തുറന്നു പറയാതെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതാകാം. ചിലർക്ക് അതൊരു ജോലിയാകാം, ചിലർക്ക് വിവാഹം നടക്കണമെന്ന ആഗ്രഹമാകാം, ചിലർക്ക് മക്കളുടെ ജീവിതം നല്ലതാകണമെന്ന ആഗ്രഹമാകാം, ചിലർക്ക് കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന ആഗ്രഹമാകാം. നിങ്ങൾ ഏറെ നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യം പതുക്കെ സഫലമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് ക്ഷമ വളരെ പ്രധാനമാണ്. നിങ്ങൾ പലവട്ടം പകുതി വഴിയിൽ നിരാശപ്പെടുകയും ഇനി ഒന്നും നടക്കില്ല എന്ന് കരുതുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തിരുമുറിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലവട്ടം ചതിക്കപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളെ ഉപയോഗിച്ച് മുന്നോട്ട് പോയ ആളുകൾ പോലും പിന്നീട് ഒരിക്കൽ നിങ്ങളെ മറന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതെല്ലാം നിങ്ങളെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത്. ഇന്ന് നിങ്ങൾ ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞു. ആരെ എത്രമാത്രം വിശ്വസിക്കണമെന്ന് ജീവിതം തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ചില രാത്രികളിൽ ഉറക്കം പോലും ശരിയായി ലഭിക്കാത്ത അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകാറുണ്ട്. മനസ്സിൽ ഒരുപാട് ചിന്തകൾ നിറഞ്ഞിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, മക്കളുടെ കാര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ അകലം എല്ലാം ചേർന്ന് മനസ്സിനെ അലട്ടുന്ന അവസ്ഥ. പക്ഷെ അധികം വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കുറയാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില വാർത്തകൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വൈകിയെങ്കിലും ഭാഗ്യമെത്തും. പലർക്കും വളരെ എളുപ്പത്തിൽ ലഭിച്ച കാര്യങ്ങൾ നേടാൻ നിങ്ങൾ ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിജയത്തിന് കൂടുതൽ മൂല്യമുള്ളത്. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിങ്ങളെ കൂടുതൽ സഹനശീലമുള്ള ഒരാളാക്കി മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം വൈകിയെങ്കിലും ഉറപ്പായും നിങ്ങളെ തേടിയെത്തും.
ചിലർ നിങ്ങളെ നോക്കി അസൂയപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ പോലും ചിലർക്ക് സഹിക്കാനാവാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാൻ വൈകുന്നത്. എന്നാൽ ദൈവവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കരയുന്ന കാര്യങ്ങൾ ഒരു നാൾ ഓർത്ത് ചിരിക്കാനുള്ള സമയം വരും. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് നാളായി നിലച്ചുപോയ സന്തോഷം തിരികെ എത്തും. വീട്ടിൽ ചിരി നിറയും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ വീണ്ടും പഠിക്കും. മക്കളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാം. പഠനത്തിലും ജോലിയിലും പുരോഗതിയുണ്ടാകും. വിവാഹം വൈകുന്നവരുടെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ പതുക്കെ ആശ്വാസത്തിലേക്ക് കടക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്. മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കുക. അതുപോലെ തന്നെ എനിക്കൊന്നും നടക്കില്ല എന്ന ചിന്ത പൂർണ്ണമായും ഒഴിവാക്കുക. കാരണം ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവീകമായൊരു മാറ്റത്തിൻ്റെ വാതിൽ തുറക്കാൻ പോകുന്നു എന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ കരഞ്ഞ രാത്രികളെല്ലാം വെറുതെയാകില്ല. നിങ്ങളുടെ കണ്ണുനീരിന് ഒരു വില ഉണ്ടാകും. ഏറെ നാളായി കാത്തിരുന്ന സമാധാനവും സന്തോഷവും പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിത്തുടങ്ങും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിൽ ദൈവത്തെ ഓർത്തുകൊണ്ട് ഒരു പ്രാർത്ഥന ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കൂ. കാരണം ചിലപ്പോൾ ഒരു നല്ല പ്രതീക്ഷ പോലും മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതായി നിങ്ങൾ ആലിലെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളുമായി വളരെ ശക്തമായി ബന്ധപ്പെടുന്ന ഒന്നാണ്. ആൽമരം നമ്മുടെ വിശ്വാസങ്ങളിൽ വളരെ ദൈവികമായ ഒരു വൃക്ഷമായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിന് സമാധാനം ലഭിക്കുമെന്ന വിശ്വാസം പണ്ടുകാലം മുതൽ തന്നെ നിലനിന്നിരുന്നു. ആലില തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ പക്വതയുള്ള മനസ്സിൻ്റെ ഉടമകളായിരിക്കും. പുറമേ ശാന്തരായി തോന്നിയാലും ഉള്ളിൽ ഒരുപാട് വികാരങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാതെ സ്വയം സഹിച്ച് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു മനോഭാവം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം വേദന പോലും പലപ്പോഴും മനസ്സിൽ അടച്ചു വെക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിന് വളരെയധികം വലിയ സ്ഥാനമുണ്ട്. കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായി എന്തും ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ച് വീട്ടുകാരുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ചെയ്ത നന്മകളുടെ ഫലം വൈകിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തും എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സ്ഥിരമായ ഒന്നല്ല. വളരെ പതുക്കെയായെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ഒരു വീടിനെക്കുറിച്ചുള്ള വലിയ സ്വപ്നമുണ്ടാകാം. സ്വന്തമായൊരു വീട് വേണം എന്ന ആഗ്രഹം വർഷങ്ങളായി നിങ്ങളെ അനുഗമിക്കുന്നുണ്ടാകാം. ചിലർ ഇതിനായി പലതവണ ശ്രമിച്ചിട്ടും വിജയിച്ചിട്ടില്ല. ചിലർക്ക് പണം തടസ്സമായിരിക്കാം. ചിലർക്ക് കുടുംബ സാഹചര്യങ്ങളാണ് പ്രശ്നമായത്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറാൻ പോകുന്ന സമയമാണ്. വീടുമായി ബന്ധപ്പെട്ട നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുക, വീട് പണിയുക, അല്ലെങ്കിൽ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന താമസ സ്ഥലം ലഭിക്കുക എന്നിങ്ങനെ ചില അനുകൂല കാര്യങ്ങൾ നടക്കാം. മക്കളുടെ കാര്യത്തിൽ വളരെയധികം ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അവരുടെ പഠനം, ഭാവി, ജോലി, വിവാഹം എല്ലാം നിങ്ങളെ മാനസികമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു മാതാപിതാവെന്ന നിലയിൽ നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ മക്കൾ നല്ല നിലയിൽ എത്തുമോ എന്ന ആശങ്ക രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെയാകില്ല എന്നതാണ്. മക്കളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. പഠനത്തിൽ പുരോഗതിയുണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കും. കുടുംബത്തിന് അഭിമാനമാകുന്ന ചില നേട്ടങ്ങൾ വരാനിരിക്കുന്ന സമയത്ത് അത് കാണാൻ കഴിയും. നിങ്ങൾക്ക് വളരെ ശക്തമായ ഈശ്വര വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് മഹാദേവനോടുള്ള ഒരു അടുപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. ചിലർ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സമാധാനം ലഭിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒടുവിൽ ദൈവം കൈവിടില്ല എന്ന വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പല വലിയ പ്രതിസന്ധികളിലും അതിജീവിച്ചത്. നിങ്ങൾക്കറിയാതെയെങ്കിലും ദൈവികമായൊരു സംരക്ഷണം ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നിങ്ങളെ മാനസികമായി വളരെയധികം പരീക്ഷിച്ചിരിക്കാം. പല ബന്ധങ്ങളും മാറിപ്പോയിരിക്കാം. വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും. ചിലർ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഈ അനുഭവങ്ങൾ എല്ലാം നിങ്ങളെ കൂടുതൽ ശക്തനാക്കി മാറ്റി.
ഇന്ന് നിങ്ങൾക്ക് ആരെ വിശ്വസിക്കണം, ആരിൽ നിന്ന് അകലം പാലിക്കണം എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജീവിതം തന്നെയാണ് നിങ്ങളെ അത് പഠിപ്പിച്ചത്. നിങ്ങൾ പുറത്തേക്ക് വളരെ ശാന്തനായി പെരുമാറുന്ന ആളായിരിക്കാം, എന്നാൽ ഉള്ളിൽ ഒരുപാട് ഭയങ്ങളും ആശങ്കകളും നിറഞ്ഞിരിക്കാം. ചിലപ്പോൾ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാത്രം വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ സമയവും കഴിഞ്ഞു പോകും. ഏകദേശം 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന പല വഴികളും തുറക്കാൻ തുടങ്ങും. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. ചെറിയ വരുമാനം മാത്രമുള്ളവർക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരോടും തുറന്നു പറയാത്ത ഒരു ദുഃഖമുണ്ട്. അതൊരു ബന്ധത്തിൻ്റെ വേദനയായിരിക്കാം. ചിലർക്ക് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷമമാകാം. ചിലർക്ക് വിവാഹ ജീവിതത്തിലെ അകലമായിരിക്കാം. ചിലർക്ക് കുടുംബാംഗങ്ങളുമായുള്ള മാനസിക ദൂരമായിരിക്കാം. നിങ്ങൾ പലവട്ടം കരഞ്ഞിട്ടും അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാത്തവരാണ്. എനിക്കെല്ലാം സഹിക്കാം എന്നൊരു മനോഭാവത്തോടെ ജീവിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്കും ഒരു മനസ്സുണ്ട്. നിങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാൾ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വൈകിയാണ് സന്തോഷങ്ങൾ എത്തുന്നത്. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ ഒരുപാട് സമയമെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഭാഗ്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ദൈവം നിങ്ങളെ പരീക്ഷിച്ചത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ്. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ഒരു നാൾ നിങ്ങളുടെ വിജയത്തിൻ്റെ കഥയായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ സമാധാനക്കുറവുണ്ടാകാറുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറുന്ന അവസ്ഥ ഉണ്ടാകാം. ചില കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അധികം വൈകാതെ തന്നെ ഈ അവസ്ഥകൾ മാറാൻ തുടങ്ങും. കുടുംബത്തിൽ വീണ്ടും ഐക്യം വരും. ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ എത്തും. സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഒരാളാണ്. വീട്ടിലെ ചിലവുകൾ, കടങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ എല്ലാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് തളരാറുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിയുടെ ഒരു വാതിൽ തുറക്കാൻ പോകുന്നു എന്നതാണ്. ചെറിയ രീതിയിൽ വന്നാലും വരുമാനം വർദ്ധിക്കാൻ തുടങ്ങും. ചിലർക്ക് പുതിയ ജോലിയോ ബിസിനസ്സോ വഴി കൂടുതൽ സ്ഥിരത ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടലിനെ വളരെയധികം അനുഭവിക്കുന്നുണ്ടാകാം. ആളുകൾക്കിടയിൽ ഉണ്ടായാലും മനസ്സ് ശൂന്യമാണെന്ന് തോന്നുന്ന അവസ്ഥ. എന്നാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന ചില ബന്ധങ്ങൾ ജീവിതത്തിൽ ശക്തമാകും. പഴയ വിഷമങ്ങൾ പതുക്കെ കുറയാൻ തുടങ്ങും. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഏറെ നാളായി അവഗണിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ശരീരവും മനസ്സും ഒരുപോലെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ കുടുംബത്തിനായി ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നല്ലതായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് സംഭവിക്കാനിരിക്കുന്ന ഒരു നല്ല വാർത്ത നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് അനുകൂലമാകാം. ചിലർക്കത് ജോലി ലഭിക്കുന്നതായിരിക്കും. ചിലർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് സാമ്പത്തിക സഹായവും ലഭിക്കാം. ചിലർക്ക് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പലരും നിങ്ങളോട് സ്വന്തം വിഷമങ്ങൾ തുറന്നു പറയുന്നത്. നിങ്ങൾക്ക് ഒരു ആശ്വാസ വാക്ക് പറയാനുള്ള കഴിവുണ്ട്. എന്നാൽ സ്വന്തം മനസ്സിൻ്റെ വേദന പങ്കിടാൻ മാത്രം നിങ്ങൾക്ക് ആരുമില്ലെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇനി ആ അവസ്ഥ മാറും. നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വൈകിയെങ്കിലും ഭാഗ്യം ശക്തമായി പ്രവർത്തിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം ഒരു പഠനമായി മാറും. ഒരു നാൾ പിന്നോട്ട് നോക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ഞാൻ തളർന്നില്ല എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ആത്മശക്തിയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു എന്നതാണ്. ഇനി പതുക്കെ വെളിച്ചത്തിലേക്ക് നടക്കാനുള്ള സമയമാണ്. ആത്മവിശ്വാസം കൈവിടരുത്. പ്രാർത്ഥന തുടരുക. പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുകയും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ആത്മീയമായ വലിയ ശക്തി നൽകും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ സ്ഥിരമായ ഒന്നല്ല. എല്ലാത്തിനും ഒരു അവസാനമുണ്ടെന്നതുപോലെ ഈ കഷ്ടകാലത്തിനും ഒരു അവസാനമുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്ന ദിവസങ്ങളെത്തും. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. കണ്ണുനീരോടെ കഴിഞ്ഞ ദിവസങ്ങൾക്കു ശേഷം ചിരിയോടെ ജീവിക്കാൻ കഴിയുന്ന സമയം വരും. നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല പ്രതീക്ഷ നിലനിർത്തുക. കാരണം ദൈവം വൈകിയാലും നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ ചെയ്ത നന്മകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഒരു നാൾ നിങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറയായിരിക്കും. പ്രിയപ്പെട്ടവരെ,
ഇന്നത്തെ ഈ തൊടുകുറി സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചെറിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും അതൊന്നും സ്ഥിരമായ ഒന്നല്ല. രാത്രിക്ക് ശേഷം പകലെത്തുന്നതുപോലെ ദുഃഖങ്ങൾക്ക് ശേഷം സന്തോഷവും വരും. ചിലപ്പോൾ നമ്മൾ കരുതുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാതെ പോകാം. പക്ഷെ അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഓരോ വൈകല്യത്തിനും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ടാകാം. തുളസിയില തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവീകമായ അനുഗ്രഹവും കുടുംബത്തിലെ സന്തോഷവും സാമ്പത്തിക പുരോഗതിയും പതുക്കെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതായി ഈ സന്ദേശം പറയുന്നു. ആലില തിരഞ്ഞെടുക്കുന്നവർക്ക് വലിയ മാനസിക ഭാരങ്ങൾ മാറി സമാധാനവും സ്ഥിരതയും ലഭിക്കാനിരിക്കുന്നതായും ഈ സന്ദേശം സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഏത് തിരഞ്ഞെടുപ്പാണ് നടത്തിയതെങ്കിലും ഒരു കാര്യം മാത്രം ഓർക്കുക: ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. ജീവിതത്തിൽ എത്ര ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാതിരുന്നാലും നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനക്കും ഒരു നാൾ അർത്ഥമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ആഗ്രഹം സഫലമാകാൻ വൈകിയാലും അതിൻ്റെ സമയമെത്തും. അതുവരെ പ്രതീക്ഷ കൈവിടരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മനസ്സിലൊരു പ്രാർത്ഥനയോടെ ദൈവത്തെ ഓർക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.